വയനാട് വിഷയത്തിൽ കേരളത്തിലെ എംപിമാർ ഒറ്റക്കെട്ടായി പ്രധാനമന്ത്രിയെ കാണുമെന്ന് എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. ആദ്യഘട്ടത്തിൽ ധനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ പറയും. കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രതിഷേധങ്ങളിലേക്ക് കടന്നുപോകാനാണ് തീരുമാനം. വഖഫ് നിയമ ഭേദഗതി പരിശോധിക്കുന്ന JPC ഏകപക്ഷീയമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നും എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. കുറ്റപ്പെടുത്തി. N.K. പ്രേമചന്ദ്രൻ MP ചേരുകയാണ് 24-നൊപ്പം. വയനാട് ദുരന്തബാധിതർക്കുള്ള കേന്ദ്ര സഹായം അടക്കമുള്ള വിഷയങ്ങളുണ്ട്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒന്നിച്ചു നീങ്ങാൻ കേരളത്തിലെ ഇടത് വലത് MP-മാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ തുടർ നടപടികൾ പാർലമെന്റിലെ പ്രതിഷേധമോ അല്ലെങ്കിൽ മന്ത്രിമാരെ കാണുന്നതോ എന്തെങ്കിലും തീരുമാനമോ? വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഇനിയും കേന്ദ്ര സഹായം ലഭ്യമാകാത്ത നടപടിയിലുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്ന് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. ഇന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അടിയന്തര പ്രമേയം പൊതുവെ പാർലമെന്റ് ചർച്ചയ്ക്ക് എടുക്കാറില്ലെങ്കിൽ പോലും ശൂന്യവേളയിലെങ്കിലും ആ പ്രശ്നം ഉന്നയിക്കാനുള്ള അവസരത്തിന് വേണ്ടി പരിശ്രമിക്കും. പാർലമെന്റിനകത്തും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ കാണുന്നതും ധനമന്ത്രിയെ കാണുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത് LDF UDF വ്യത്യാസമില്ലാതെ തന്നെ കൂട്ടായി തന്നെ പ്രധാനമന്ത്രിയെ കണ്ട് ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഇന്ന് JPC ചേരുന്നുണ്ട്, വഖഫ് ബില്ല് പരിശോധിക്കുന്ന. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ നടപടിക്രമങ്ങളെ സംബന്ധിച്ച് വലിയ ആക്ഷേപമാണ് ആ കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ള പ്രതിപക്ഷ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം സ്പീക്കറെ കണ്ടു പറഞ്ഞത്. ഒരു ഏകപക്ഷീയമായി എന്തിനാണ് ഇങ്ങനെ? കാരണം വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കുറേ അധികം പ്രശ്നങ്ങളുണ്ട്, കുറേ അധികം കൺസേൺസ് ഉണ്ട്. അത് വിശദമായി ചർച്ച ചെയ്ത് പോരായ്മകൾ പരിഹരിച്ച് കുറ്റമറ്റ നിയമമാക്കി മാറ്റുക എന്നതിനപ്പുറത്ത് ഏകപക്ഷീയമായി ബുൾഡോസ് ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി ബില്ല് പാസ്സാക്കി എടുക്കുക എന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതിപക്ഷം എന്ന നിലയിൽ കൂടിയാലോചിച്ചുകൊണ്ട് ആ കാര്യത്തിൽ നിലപാട് സ്വീകരിക്കും. വയനാട് വിഷയത്തിൽ പ്രധാനമന്ത്രി, കേന്ദ്ര ധനമന്ത്രി എന്നിവരെ ഒറ്റക്കെട്ടായി UDF LDF MP-മാർ കാണാൻ തീരുമാനിച്ചതായാണ് N.K. പ്രേമചന്ദ്രൻ MP വ്യക്തമാക്കുന്നത്. ആശിഷം മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി.